വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ കർഷക മാർച്ച് സംഘടിപ്പിക്കാനുള്ള CPM തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി VT ബൽറാം MLA രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്ന ദിവസം തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കർഷക മാർച്ച് സംഘടിപ്പിക്കാനുള്ള CPM തീരുമാനത്തിനെതിരെയാണ് ബൽറാമിന്റെ രൂക്ഷ വിമർശനം. പിണറായി വിജയന്റെ ഭാഷയിൽ ചോദിച്ചാൽ ഇതിലൂടെ എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് CPM രാജ്യത്തിന് നൽകാൻ ശ്രമിക്കുന്നതെന്നും ബൽറാം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിക്കുന്നു. ഇതിനൊക്കെ 7 ചോദ്യങ്ങളും ബൽറാം ഉന്നയിക്കുന്നുണ്ട്. VT ബൽറാമിന്റെ ചോദ്യങ്ങൾ ഉൾപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: എന്തൊരു രാഷ്ട്രീയ അശ്ലീലമാണ് ഈ CPMന്റേത്. നരേന്ദ്രമോദി കേരളത്തിൽ പ്രചരണത്തിനെത്തുന്ന ദിവസം തന്നെ CPM വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കർഷക മാർച്ച് സംഘടിപ്പിക്കുമത്രേ. പിണറായി വിജയന്റെ ഭാഷയിൽ തിരിച്ചു ചോദിച്ചാൽ എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് ഇതുകൊണ്ട് CPM രാജ്യത്തിന് നൽകാൻ ശ്രമിക്കുന്നത്? രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണ് ഇന്നത്തെ കാർഷിക പ്രതിസന്ധിക്ക് കാരണക്കാർ എന്നതോ? കാർഷിക വരുമാനം ഇരട്ടിയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന് 5 വർഷം കൊണ്ട് ഇന്ത്യൻ കാർഷിക രംഗം തകർത്ത് തരിപ്പണമാക്കിയ ആയിരക്കണക്കിന് കർഷകരെ ആത്മഹത്യയിലേക്ക് നയിച്ച നരേന്ദ്രമോദിയെ രക്ഷപ്പെടുത്താനല്ലേ CPMന്റെ ഈ വയനാട്ടിൽ മാത്രമുള്ള കർഷക സമരം? മോദി മത്സരിക്കുന്ന വാരണാസിയിൽ CPMന് സമരമുണ്ടോ? കേരളത്തിൽ തന്നെ BJP ശക്തമായ മത്സരം പ്രതീക്ഷിക്കുന്ന തിരുവനന്തപുരത്തോ പത്തനംതിട്ടയിലോ പാലക്കാടോ CPMന് കർഷക സമരം പോയിട്ട് ഏതെങ്കിലും തരത്തിലുമുള്ള സമരമുണ്ടോ? വയനാട്ടിലേതിനേക്കാൾ കർഷക ആത്മഹത്യകൾ സമീപകാലത്ത് നടന്ന ഇടുക്കിയിൽ CPM സമരത്തിനുണ്ടോ? സംഘടനാപരമായി CPM അങ്ങേയറ്റം ദുർബലമായ സംസ്ഥാനങ്ങളിൽ വരെ അവിടുത്തെ പ്രാദേശിക ഘടകങ്ങൾ കർഷകരെ സംഘടിപ്പിച്ച് ശക്തമായ മോദി വിരുദ്ധ സമരങ്ങൾ നടത്തുന്നു. മോദി വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിച്ച കാലത്തൊക്കെ ഉറക്കം നടിച്ചവരാണ് പാർട്ടിക്ക് ഇന്ത്യയിൽ ഏറ്റവും ശക്തിയുള്ള കേരളത്തിലെ CPMകാർ. മുൻപ് UPA സർക്കാരിനെതിരെ ആഴ്ചയ്ക്കാഴ്ചയ്ക്ക് കേന്ദ്രവിരുദ്ധ സമരം നടത്തിയിരുന്ന CPMന് ഈ 5 വർഷം ഓർമ്മയിൽ തങ്ങി നിൽക്കാവുന്ന ഒരൊറ്റ കേന്ദ്രവിരുദ്ധ സമരം പോലും കേരളത്തിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചില പൊതുപണിമുടക്കുകളല്ലാതെ. കഴിവില്ലാത്തത് കൊണ്ടല്ല, താല്പര്യമില്ലാത്തത് കൊണ്ടാണെന്ന് വ്യക്തം. മഹാരാഷ്ട്രയിലെയും മറ്റും കർഷകർ നടത്തിയ സമരങ്ങളുടെ ഫോട്ടോകൾ കേരളത്തിൽ പോസ്റ്ററിലും ഫേസ്ബുക്കിലുമൊക്കെ ഉപയോഗിക്കാൻ ആർക്കാണ് അവകാശമെന്നതിനെക്കുറിച്ച് തർക്കിക്കാനായിരുന്നു CPM ബുദ്ധിജീവികൾക്ക് താല്പര്യം. 7 ചോദ്യങ്ങളാണ് CPMനോട് ഉന്നയിക്കാനുള്ളത്. 1. ഇന്നേ വരെ നടത്താത്ത കർഷക സമരം ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ മാത്രം നടത്തുന്നത് എന്തുകൊണ്ട്? ഇത് കർഷകരെ രാഷ്ട്രീയ കരുവാക്കി അവഹേളിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ലേ? 2. ഈ കർഷക സമരത്തിന് ഇടുക്കി, കുട്ടനാട്, പാലക്കാട് പോലുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കി വയനാട് മാത്രം തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? 3. രാഹുൽ ഗാന്ധിയുടെ പാർട്ടി മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും പഞ്ചാബിലുമൊക്കെ ചെയ്തതുപോലെ കാർഷിക ഘടകങ്ങൾ എഴുതിത്തള്ളാൻ കേരള സർക്കാർ തയ്യാറാകാത്തത് എന്തേ? 4. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് ശേഷം മാത്രം കാർഷിക ഘടകങ്ങൾ എഴുതിത്തള്ളുന്ന കപടനാടകം നടത്തിയതും പഴയ ഉദ്യോഗസ്ഥരുടെ തലയിൽ ഇടുന്നതും എന്തിനാണ്? ഇക്കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ കടാശ്വാസം പ്രഖ്യാപിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? 5. കർഷകർക്കായി എല്ലാ വർഷവും പ്രത്യേക ബജറ്റ് തന്നെ അവതരിപ്പിക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ പ്രഖ്യാപനത്തോട് യോജിക്കുന്നുണ്ടോ? 6. ഇത്രമാത്രം കർഷകദ്രോഹം നടത്തുന്ന രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും തിരഞ്ഞെടുപ്പിന് ശേഷം മറ്റ് എന്ത് കാരണമുണ്ടെങ്കിലും സർക്കാർ ഉണ്ടാക്കാൻ പിന്തുണയ്ക്കില്ലെന്ന് CPM ഉറപ്പു പറയാമോ? 7. കേരളത്തിനേക്കാൾ കർഷകർ ദുരിതം അനുഭവിക്കുന്ന പല സംസ്ഥാനങ്ങളിലും CPM രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയെ പിന്തുണയ്ക്കുന്നതിന്റെ സാങ്കത്യം വിശദീകരിക്കാമോ എന്നാണ് VT ബൽറാം ഫേസ്ബുക്കിലൂടെ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.